സാംസ്കാരിക ചർച്ചകളും സാഹിത്യ മത്സരങ്ങളും സർഗാത്മക ആവിഷ്കാരങ്ങളുടെ പലതരം കൂടിച്ചേരലുകളൊക്കെയായി കേരളത്തിൻ്റെ ഈ അക്ഷരമുറ്റത്ത് നിരന്തരം SSF മുപ്പത്തിയൊന്നാമത് എഡിഷൻ സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷരങ്ങളും വാക്കുകൾ കൂടി ചേർന്നുണ്ടാകുന്ന ആവിഷ്കാരങ്ങളും അതിനപ്പുറത്തെ ആലോചനകളിലേക്കും നമ്മെ നയിക്കുന്ന ചർച്ചകളാണ്, അതിനുതകും വിധത്തിലുള്ള ശീർഷകങ്ങളാണ് ഇവിടെ SSF ചർച്ചയ്ക്ക് വേണ്ടി എടുത്തത്. പരസ്പരം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഭാഷ. അത് പദാർത്ഥപരമായ അതിൻ്റെ ഒരു താല്പര്യമാണ്. എന്നാൽ നമുക്ക് പരസ്പരം അറിയാനുള്ളതാണ് ഭാഷ. കേവലം പദാർത്ഥപരമായ അറിവിൽ നിന്നുണ്ടാകുന്നത് മാത്രമല്ല ഭാഷയുടെ ഡെഫിനിഷനിൽ നമ്മൾ അതിനെ ഉൾച്ചേർക്കുന്നത്. അതായത് മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഭാഷ അപ്രത്യക്ഷമാകുന്നു, ഭാഷ അപ്രസക്തമാകുന്നു. മനുഷ്യരുടെ കൂടിച്ചേരലുകൾക്ക് എന്തിനാണ് ഭാഷ? ഏതു ഭാഷ? അക്ഷരങ്ങൾ ചേർത്തുവെച്ചു മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന, പദാർത്ഥപരമായി നമ്മൾ പ്രയോഗിക്കുന്ന ഭാഷ. അതുമാത്രമല്ല ഭാഷയെന്നും, എനിക്ക് എന്നെ, നിങ്ങൾക്കു നിങ്ങളെ ആവിഷ്കരിക്കാനും നമുക്ക് പരസ്പരം അറിയാനുമുള്ള നമ്മുടെ മാധ്യമത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഭാഷയെന്ന് വ്യവഹരിക്കുന്നത്. പദാർത്ഥപരമായി ഉപകരണപരമായി നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. പക്ഷെ അത് നമ്മുടെ അടിസ്ഥാന താല്പര്യമല്ലല്ലോ. വിശുദ്ധ ഖുർആൻ ഇഖ്റ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ആദ്യ വാചകം ഇഖ്റ ആണ്. ഇഖ്റയുടെ താല്പര്യം കേവലം അക്ഷരങ്ങൾ വായിക്കണമെന്നല്ല. താളുകൾ ഓരോന്നും മറിച്ചിട്ട് നിങ്ങൾ വായിച്ചു തീർത്ത് അങ്ങനെ വായനയുടെ ഒരു ലോകം വെട്ടിപ്പിടിക്കണമെന്ന് മാത്രവുമല്ല, ആ വായനയിൽ നിന്ന് നമ്മൾ സ്വായത്തമാക്കേണ്ട വലിയ ജ്ഞാനങ്ങളെക്കുറിച്ച്, ജ്ഞാനാർജിത സാമൂഹിക കർമ്മം രൂപപ്പെടേണ്ടതിൻ്റെ വിപ്ലവാത്മകമായ ഒരു ഉൾവിളിയാണ്, ഒരു വിളിനാദമാണ് വിശുദ്ധ ഖുർആൻ ഇഖ്റ എന്ന അതിൻ്റെ ആദ്യ പ്രമേയത്തിലൂടെ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മുഴുവനും പ്രചോദനമായി അവതരിക്കുന്നത്. മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹ്. എന്തിനാണ് ഭാഷ? എനിക്ക് എന്നെ അറിയണം, എന്നിലൂടെ എനിക്ക് മനുഷ്യരെ അറിയണം, ആ മനുഷ്യരിലൂടെ സ്രഷ്ടാവിലേക്ക് എത്തിച്ചേരണം. ആത്യന്തികമായി ഓരോ മനുഷ്യൻ്റെയും സൃഷ്ടിപരമായ താല്പര്യങ്ങളെ, ലക്ഷ്യങ്ങളെ അറിയാനും കണ്ടെത്താനും അതിലൂടെ സ്വയം രൂപപ്പെടാനും എനിക്ക് എന്നെ തന്നെ ആവിഷ്കരിക്കാനും എൻ്റെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ, എൻ്റെ കൂടെയുള്ളവരോട് ചേർന്ന് നിൽക്കാൻ, വേദന അനുഭവിക്കുന്നവരോട്, ദുരിതങ്ങളിൽ അകപ്പെട്ടു പോയവരുടെ കൂടെ ചേർന്ന് നിൽക്കാൻ, കൂടെയുള്ള അറിവിനെ സ്വാംശീകരിക്കുകയും അതിലൂടെ സ്രഷ്ടാവിൻ്റെ പരമമായ അനുഗ്രഹത്തെ, തൃപ്തിയെ കാക്ഷിക്കുകയും ചെയ്യേണ്ടുന്നതിൻ്റെ അനിവാര്യതകളിലേക്ക്, വിശാലമായ ആലോചനകളിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ജ്ഞാനവും അറിവും ഇഖ്റ എന്ന നമുക്കുള്ള വിളിയാളവുമൊക്കെ. ഇങ്ങനെ ആലോചിക്കുമ്പോൾ കേവലം സ്വരശാസ്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ശബ്ദശാസ്ത്രത്തെക്കുറിച്ചോ രൂപശാസ്ത്രത്തെക്കുറിച്ചോ അല്ല നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. ഫോണോളജിയോ മോർഫോളജിയോ ചർച്ച ചെയ്തതുകൊണ്ട് ഈ മനുഷ്യരുടെ ഭാഷ പൂർണ്ണമല്ല.
എഴുത്തച്ഛൻ സംവിധാനിച്ചു തന്ന ആ അക്ഷരങ്ങളെക്കുറിച്ച് മാത്രമല്ല, അതിലൂടെ നമ്മൾ നേടേണ്ട ആശയങ്ങളെക്കുറിച്ച്, ഈ ഭാഷയിൽ നിന്ന്, അക്ഷരങ്ങളിൽ നിന്ന്, വാക്കുകളിൽ നിന്ന് നമ്മൾ സ്വായത്തമാക്കേണ്ട ആശയങ്ങളെക്കുറിച്ച്, ആ ആശയങ്ങളിൽ നിന്ന് രൂപപ്പെടേണ്ട സംസ്കാരത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ആഖ്യാനങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ചുള്ള ആലോചനകളാണ് സാഹിത്യോത്സവം മുന്നോട്ട് വയ്ക്കുന്ന അതിൻ്റെ ഏറ്റവും മൂർച്ചയുള്ള പ്രമേയം. എങ്കിൽ നമുക്ക് പിന്നെ എന്തിനാണ് ഭാഷ? നമുക്കെന്തിനാണ് ഭാഷ? ഈ ഭാഷ എനിക്ക് എന്നെ അറിയാനാണ്, എനിക്ക് എന്നെ അവതരിപ്പിക്കാനാണ്, എനിക്ക് എൻ്റെ വേദനകളെ, നമ്മുടെ അനുഭവങ്ങളെ അതിനെ ഭാവനാത്മകമായി അല്ല പദാർത്ഥപരമായും അടിസ്ഥാനപരമായും അറിയിക്കാൻ കൂടെയുള്ളതാണ്. അതിന് ഒരുപക്ഷെ അക്ഷരങ്ങൾ പോലും ആവശ്യമില്ല. അക്ഷരങ്ങൾ ആവശ്യമുള്ളതാണ് ഭാഷയെങ്കിൽ കുഞ്ഞിൻ്റെ കരച്ചിലിൽ എങ്ങനെയാണ് ഒരു ഉമ്മയ്ക്ക് അതിൻ്റെ നോവറിയാൻ പറ്റുന്നത്, അതിൻ്റെ ആവശ്യം അറിയാൻ പറ്റുന്നത്? അതിന് ശബ്ദം ആവശ്യമുണ്ടോ? ഇല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഉമ്മയോട്, ഭാര്യയോട് പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുന്നതിൻ്റെ ഒരർത്ഥമുണ്ട്. കയറി ചെല്ലുമ്പോൾ വീട്ടുകാരോട്, നമ്മൾ എത്തിപ്പെടുന്ന ഇടത്തിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ കൈമാറ്റം ചെയ്യുന്ന ഒരാശയമുണ്ട്. അത് അഭിവാദനങ്ങളുടെ വാക്കുകളും അതിൻ്റെ ചേർച്ചകളും മാത്രമല്ല, അവിടെ രൂപപ്പെടുന്നൊരു ഭാഷയുണ്ട്, ഒരാശയമുണ്ട്. എങ്കിൽ അതിന് ജീവൻ പോലും ആവശ്യമില്ല. വിപ്ലവങ്ങളിലേക്ക് നയിച്ച മരണങ്ങളുണ്ട് ഇവിടെ. ഐലാൻ കുർദി മുഖം പൂഴ്ത്തി കിടന്ന ആ കുഞ്ഞു ബാലൻ ഉണ്ടാക്കിയ പലായനത്തെക്കുറിച്ചും പലായനം ചെയ്തു പോയ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചും ലോകത്ത് ചർച്ചകൾ ഉണ്ടാക്കിയ ഒരു മരണമുണ്ട്. രോഹിത് വെമുല ഉണ്ടാക്കിയ വിപ്ലവാത്മകമായ ഒരു ചിന്തയുണ്ട്. കൽബുർഗിയോ പൻസാരയോ ഗൗരിലങ്കേഷോ കൊല്ലപ്പെട്ടപ്പോൾ രാജ്യം ചർച്ച ചെയ്ത, ലോകമൊന്നാകെ ആകുലപ്പെട്ട ഫാഷിസത്തിൻ്റെ ക്രൗര്യതകളുണ്ട്. അതെ, അക്ഷരങ്ങളല്ല, വാക്കുകളല്ല, പക്ഷേ ഭാഷയിൽ ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആശയങ്ങളുടെ മൂർച്ചയുള്ള കൈമാറ്റത്തെക്കുറിച്ച് തന്നെയാണ് നമുക്ക് നിരന്തരമായി ചർച്ച ചെയ്യാനുള്ളത്. ഈ ആശയങ്ങൾ തന്നെയാണ് നമുക്ക് അതിൻ്റെ ആത്മാവൊട്ടും ചോർന്നു പോകാതെ ഇനിയുള്ള തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ളത്. മനുഷ്യനെ, അവൻ്റെ ജീവിതത്തെ പൂർണ്ണനാക്കുന്ന ഭാഷയെക്കുറിച്ച്, അത്തരം ആവിഷ്കാരങ്ങളെക്കുറിച്ച്, അത്തരം ആഖ്യാനങ്ങളെക്കുറിച്ച്, അതിനുതകുന്ന ഭാഷയെയും ഭാഷയുടെ വൈവിധ്യങ്ങളെയും കുറിച്ച്. ഇതാണ് സാഹിത്യോത്സവം ഇവിടെ പ്രമേയമാക്കുന്നത്. പക്ഷേ ഭാഷയില്ലാതൊരു മനുഷ്യനുണ്ടോ, മനുഷ്യ ജീവനുണ്ടോ? ഇല്ല. ഭാഷയിലാണ് മനുഷ്യൻ പാർക്കുന്നത്. ഭാഷയുടെ വെളിച്ചത്തിലാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. ആ ഭാഷയിൽ തന്നെയാണ് മനുഷ്യൻ ബാക്കിയാകുന്നതും. ഭാഷയില്ലാത്തൊരു മനുഷ്യനില്ല. പക്ഷേ ഭാഷ മാത്രമല്ല മനുഷ്യൻ. ആ ഭാഷയിൽ നിന്നും സ്വായത്തമാക്കിയ ആശയങ്ങൾ കൂടെ അതിനെ ജീവിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന, ഇന്ദ്രിയപരമായ ജ്ഞാനങ്ങൾക്കും അപ്പുറത്തെ അനുഭവങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന, മൂർച്ചയുള്ള ജീവിത പരിസരങ്ങളിലേക്ക് നമ്മെ ആകർഷിക്കുന്ന എന്തൊക്കെയോ മികവോടെ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയണം. ഭാഷയില്ലാതെ മനുഷ്യന്റെ ജീവിതം സാധ്യമല്ല. ഇത് പച്ചയാണ്, നീലയാണ്, ഇത് ആകാശമാണ്, ഇത് അലകടലാണ്, ഇത് ജീവിതമാണ്, ഇത് മരണമാണ്. ഇത് പറയുമ്പോഴാണല്ലോ നമ്മൾ മനുഷ്യരാകുന്നത്. ഇത് പറയുമ്പോഴാണല്ലോ, ഇത് മനസ്സിലാകുമ്പോഴാണല്ലോ നമ്മൾ മനുഷ്യരാകുന്നത്. ഈ പച്ചയിൽ നിന്നും നീലയിൽ നിന്നും ആകാശത്തിൽ നിന്നും അലകടലിൽ നിന്നും ജീവിതത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് നമുക്ക് അനുഭവിക്കാനാകുന്ന നമ്മുടെ അനുഭവമുണ്ട്. ആ അനുഭവ പരിസരത്തേക്ക് നമുക്ക് മറ്റുള്ളവരെ കൂടെ കൊണ്ടുവരാൻ കഴിയും വിധത്തിൽ, ആ അനുഭവങ്ങൾ കൈമാറ്റം ചെയ്യാൻ കഴിയും വിധത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ചില ദൗത്യങ്ങളുണ്ട്, ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. അതിന് ഭാവന കൂടെ കൈവരുമ്പോഴാണല്ലോ അത് സാഹിത്യമാകുന്നത്, അത് സർഗാത്മകതയാകുന്നത്. ഈ സാഹിത്യത്തിൽ എവിടെയാണ് മനുഷ്യനുള്ളത്? മനുഷ്യനില്ലാത്ത എന്ത് സാഹിത്യമാണുള്ളത്? സാഹിത്യ പ്രവർത്തനം എന്ന് പറയുന്നത് ജീവിതം തന്നെയാണ്.
അതുകൊണ്ട് അത് അതിജീവനം കൂടെയാണ്, അത് പ്രതിരോധം തന്നെയാണ്. സൗവർണ പ്രതിപക്ഷമെന്ന് കവികളെക്കുറിച്ച് വൈലോപ്പിള്ളി പറയുന്നുണ്ട്. ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് വൈലോപ്പിള്ളി കവികളെ ഓർമ്മിപ്പിക്കുന്നത്. നിസ്സഹായാവസ്ഥയിൽ അകപ്പെട്ടുപോയ മനുഷ്യരുടെ ആ രോദനങ്ങളെ നമുക്ക് മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടതുണ്ട്. ഖുലിഖൽ ഇൻസാനു ദഈഫ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യൻ ഏറ്റവും ദുർബലനായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ആ ദുർബലതയിൽ തന്നെ എക്കാലവും നിൽക്കാനല്ല, മറിച്ച് വകറംന ബനി ആദം, മനുഷ്യരെ നമ്മൾ ബഹുമാനിച്ചിട്ടുണ്ട് എന്നതുകൂടെ ഖുർആൻ പറയുന്നുണ്ട്. ഈ ദുർബലതയിൽ നിന്ന് ഏറ്റവും സാംസ്കാരിക സാമൂഹിക വിനിമയങ്ങളിലൂടെ, മേന്മകളിലൂടെ, മികവുകളിലൂടെ പൂർണ്ണ മനുഷ്യനാകാനുള്ള ഒരു വലിയ സഞ്ചാരം, ആ സഞ്ചാരത്തിലേക്ക് നമ്മെ പ്രചോദിപ്പിക്കുന്ന കവിതകൾ, അതിന് ആ നിസ്സഹായാവസ്ഥയെ മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കുന്ന കഥകൾ, ആഖ്യാനങ്ങൾ. വീരാൻകുട്ടി സാർ ഇവിടെയുണ്ട്. ദൈവമേ, എന്നെ അത്രയും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ ഒരു നേലിനെ കൂടെ എൻ്റെ കൂടെ അയച്ചത് എന്ന് വീരാൻകുട്ടി സാർ ചോദിക്കുന്നുണ്ട്. എത്ര ദുർബലനാണ് ഈ മനുഷ്യൻ. സ്വന്തമായി ഒരിടത്തു പോലും സ്വസ്ഥമായിരിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ ഒരു നിഴൽ കൂടെയുണ്ട്. ഇതൊരു നിസ്സഹായാവസ്ഥയാണ്, മനുഷ്യന്റെ ദുർബലതയാണ്. ആ ദുർബലതയിൽ നിന്ന് പൂർണ്ണതയിലേക്കുള്ള നമ്മുടെ സഞ്ചാര വഴികളിൽ നമുക്ക് പ്രചോദിപ്പിക്കുന്ന ഈ ആശയങ്ങളെക്കുറിച്ച് നമുക്ക് നിരന്തരം ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട്. കല കേവലം കലക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞത് വിമർശനാത്മകമായി നമ്മൾ സമീപിക്കാറുണ്ടെങ്കിലും അവിടെയുമുണ്ട്. അത് കലയെ കച്ചവട തന്ത്രമായി, കലയെ സാമ്രാജ്യത്വത്തിൻ്റെ ഉപകരണമായി, അധീശത്വത്തിന് വേണ്ടിയുള്ള മാധ്യമമായി സ്വീകരിച്ചൊരു കാലത്തുകൂടെയാണല്ലോ. കലക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങളുടെ കച്ചവട തന്ത്രപരമായി നിങ്ങൾ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ആശയങ്ങളെ വിശദീകരിക്കാനും അതിലേക്ക് ജനങ്ങളെ നയിക്കാനുമുള്ള ഉപകരണമായി, മാധ്യമമായി നിങ്ങൾ ഈ കലയെ സമീപിക്കരുത്, കലയെ കലയുടെ വഴിക്ക് വിടൂ എന്നുകൂടെ അതിനൊരു ധ്വനിയുണ്ട്, അങ്ങനെ ഒരു ആശയം അതിലുണ്ട്. അങ്ങനെ ഈ സമൂഹത്തിൻ്റെ പലതരം അടരുകളിലേക്ക് ചേർന്ന് നിൽക്കുകയും മനുഷ്യനെക്കുറിച്ച് നിരന്തരം ആലോചിക്കുകയും ശബ്ദമില്ലാതെ പോകുന്ന മനുഷ്യർക്ക് ശബ്ദമായി, നിറമില്ലാതെ പോകുന്ന മനുഷ്യരുടെ നിറമായി, ആവിഷ്കാരങ്ങളുടെ ഫ്രെയിം വർക്കുകളിൽ നിന്ന് പുറത്തുപോയ മനുഷ്യർക്ക് ജീവിതം നൽകും വിധത്തിൽ കഥകളെയും കവിതകളെയും ആഖ്യാനങ്ങളെയും സ്വീകരിക്കുകയും അതിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യപ്പറ്റുള്ള, മനുഷ്യനെക്കുറിച്ച് പറയുന്ന, മനുഷ്യൻ്റെ ഗന്ധമുള്ള, മനുഷ്യൻ്റെ ജീവിത പരിസരങ്ങളെ ആവിഷ്കരിക്കുന്ന പലതരം ആഖ്യാനങ്ങൾ ചേർന്നു നിൽക്കുന്ന ഭാഷയെക്കുറിച്ച്, ആ ഭാഷയുടെ വ്യവഹാരത്തെക്കുറിച്ച്, ആ ഭാഷ സാധിക്കുന്ന വിപ്ലവാത്മകമായ മുന്നേറ്റങ്ങളെക്കുറിച്ച് ഇതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഓരോ കാലത്തിൻ്റെയും ജീവിക്കുന്ന സാക്ഷ്യമായി നമുക്ക് ഈ കലയെയും സാഹിത്യത്തെയും മാറ്റാൻ കഴിയണം. പലതരം മതസ്ഥിതികളിൽ നിന്ന് ഉണർച്ചകളുടെ വിളികളായി ഈ കലകളും സാഹിത്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഫാഷിസത്തിൻ്റെ, സാംസ്കാരികപരമായ ആക്രമണത്തിൻ്റെ അധീശത്വത്തിൻ്റെ പലതരം മേൽക്കോയ്മകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാനുള്ള വിമോചന ശാസ്ത്രമാണ് കലയും സാഹിത്യവും. അതിനുതകുന്നില്ലെങ്കിൽ ഈ കല പിന്നെ എന്തിനുള്ളതാണ്? ഈ സാഹിത്യ പ്രവർത്തനങ്ങൾ പിന്നെ ആർക്കു വേണ്ടിയാണ്? ദന്തഗോപുരങ്ങളിൽ ചടഞ്ഞിരിക്കാൻ വേണ്ടിയുള്ള ആസ്വാദനത്തിന്റെ നേരം പോക്കുകൾ മാത്രമായി കവിതകൾ വായിച്ചിരുന്നിടത്ത് നിന്ന് കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലെ കേവലാസ്വാദനങ്ങളുടെ ഉപകരണം മാത്രമായിരുന്ന കവിതകളിൽ നിന്ന് കവിതകൾ ഇറങ്ങി തെരുവിലേക്ക് വന്നു. ആ തെരുവുകളിൽ കവിതകളുണ്ടായി. വരൂ, ഈ തെരുവുകളിലെ രക്തം കാണൂ എന്ന് കവികൾ ആർത്തു പറഞ്ഞു. അങ്ങനെയാണ് ജനകീയമായ പ്രതിരോധം സാധിച്ചത്. അങ്ങനെയാണ് നമ്മൾ മനുഷ്യരായത്. അങ്ങനെയാണ് മനുഷ്യന്റെ ഗന്ധമുള്ള ജീവിതത്തിന്റെ ആഖ്യാനങ്ങളിലേക്ക് നമ്മൾ കടന്നു കയറിയത്. ഈ നിസ്സഹായരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ് നമ്മൾ ഈ സംഘടിപ്പിക്കുന്ന എല്ലാത്തരം സാഹിത്യ പ്രവർത്തനങ്ങളും സർഗാവിഷ്കാരങ്ങളും എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഖുർആൻ വിളിക്കുന്നത് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്നാണ്. വേർതിരിവില്ലാതെ
വിഭാഗീയതയും മറ്റൊന്നും പരിഗണിക്കാതെ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരെയും ഒരൊറ്റ നൂലിൽ കോർത്തുവെച്ചതിൻ്റെ ആശയങ്ങൾ പ്രകാശനം ചെയ്യാൻ വേണ്ടി ഖുർആൻ വിളിക്കുന്നത് യാ അയ്യുഹന്നാസ് എന്നാണ്. ഈ മനുഷ്യരെ തന്നെയാണ് നമ്മുടെ സാഹിത്യത്തിൻ്റെയും നമ്മുടെ എല്ലാ തരം പ്രവർത്തനങ്ങളുടെയും കേന്ദ്രബിന്ദുവായി നമുക്ക് പ്രതിഷ്ഠിക്കാനുള്ളത്, നമുക്ക് എടുക്കാനുള്ളത്. ഈ ഒരു ആലോചന വികസിക്കേണ്ടതുണ്ട്. സാഹിത്യോത്സവങ്ങളിലും സാഹിത്യ പ്രവർത്തനങ്ങളിലും സർഗാത്മകതയിലുമൊക്കെ വേദന അനുഭവിക്കുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയുള്ള ആലോചനകൾ അതേറ്റവും മൂർച്ചയിൽ ഏറ്റെടുക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം ഇവിടെ രൂപപ്പെടണമെന്ന ആശയം അവരുടെ കവിതയിൽ മനുഷ്യന് വേണ്ടിയുള്ള അഗ്നി എരിയണം, മനുഷ്യൻ്റെ വിശപ്പറിയുന്ന, ചേറുപുരണ്ടു നിൽക്കുന്ന ആ ചേറിൽ നിന്ന് മനുഷ്യരെ കണ്ടെത്തുന്ന, മനുഷ്യൻ്റെ ആത്മാവ് തേടി അലയുന്ന ആ അലച്ചിലിൽ പിന്നെയും പിന്നെയും മനുഷ്യരെ തന്നെ കണ്ടുമുട്ടുകയും മനുഷ്യനോട് നിരന്തരം സംവദിക്കുകയും അത് സംവാദങ്ങളായി വളരുകയും കൂടുതൽ വലിയ മികവുകളിലേക്ക്, കൂടുതൽ വലിയ നവോത്ഥാന മുന്നേറ്റങ്ങളിലേക്ക് സമൂഹം ഒന്നിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാവുകയും ചെയ്യുന്ന വലിയ ദൗത്യങ്ങൾ നമ്മുടെ സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് നിർവഹിക്കാനുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രചോദനങ്ങളായി, അതിജയിക്കാനുള്ള മാധ്യമങ്ങളായി, അതിജയിക്കാനുള്ള പ്രചോദനങ്ങളായി നമ്മുടെ ഈ സാഹിത്യ സർഗാത്മക പ്രവർത്തനങ്ങൾ മാറുന്നെങ്കിൽ മനുഷ്യനെക്കുറിച്ചുള്ള നിരന്തരമായ ആലോചനകൾക്ക് ഇത് നമുക്ക് അവസരം നൽകുന്നെങ്കിൽ നമ്മുടെ ഈ സാഹിത്യ പ്രവർത്തനങ്ങൾ സാർത്ഥകമാണ് എന്ന് നമുക്ക് ആശ്വസിക്കാം. ആൽഫ്രഡ് ടെന്നീസൺ യൂലിസസിൽ അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്, ടു സ്ട്രൈവ്, ടു സീക്ക്, ടു ഫൈൻഡ്, നോട്ട് ടു ഈൽഡ്. ആരുടെ മുമ്പിലും കീഴൊതുങ്ങാനല്ല, നിരന്തരമായ അന്വേഷണത്തിലൂടെ, ആലോചനകളിലൂടെ യാഥാർത്ഥ്യങ്ങളെ, സത്യങ്ങളെ കണ്ടെത്താനും ആ സത്യങ്ങളുടെ മാസ്മരികതയിൽ, അതിൻ്റെ ബൗദ്ധികമായ ശേഷിയിൽ, നിലവാരത്തിൽ നമുക്ക് എല്ലാത്തരം അരുതായ്മകളെയും അതിജയിക്കാനും എന്നാൽ ആരുടെയും മുന്നിൽ കീഴടങ്ങാതിരിക്കാനുമുള്ള വലിയ ദൗത്യം നമ്മുടെ സാഹിത്യത്തിനും സർഗാത്മക പ്രവർത്തനങ്ങൾക്കുമുണ്ട്. അതിനുള്ള വഴികൾ തുറക്കുന്നതാകട്ടെ ഈ സാഹിത്യ പ്രവർത്തനങ്ങളും സാഹിത്യോത്സവം അടക്കമുള്ള നമ്മുടെ സംഗമങ്ങളും എന്നാശംസിച്ച് അഭിവാദ്യങ്ങൾ നേർന്ന് വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.